ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയണത് നമുക്ക് ഞങ്ങളിവിടെ മാണിത്തട്ട എന്ന് പറയട്ടോ, ആ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ കുറച്ച് പറിച്ചെടുക്കട്ടെ. അപ്പോൾ രണ്ട് മണിത്തട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അവിടെ കണ്ട് പറിക്കാൻ ഒരു രണ്ടെണ്ണം കൂടി പറിച്ചിട്ടോ. അപ്പോൾ മണിത്തട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒക്കെ കൂടി കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ ഗതിയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പാള വെട്ടിയിട്ട് അതിലിട്ടിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതാട്ടോ ഇതിലിട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം. പിടിക്കാനും സുഖം നമുക്ക്. അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലിട്ടിട്ട് കൊണ്ടുപോകാം. അപ്പം നമ്മൾ മാണിത്തട്ടൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ഇത് മുതലയും കൂടിയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ പുറമുള്ള ഈ തോലൊക്കെ കളയാം കേട്ടോ. കുറച്ച് ഭാഗം എടുത്താൽ മതി. ഇതാ ഞാൻ എത്ര പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പുറമുള്ള ഈ ചുവപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കയ്പ്പ് ഉണ്ടാവും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കളയണത്. അപ്പോൾ അത്യാവശ്യം ഈ വെള്ളം വരെ നമ്മൾ പൊളിച്ച് കളയണം. വെള്ളം ആവണ വരെ എടുക്കാതെ അരിഞ്ഞെടുക്കുമ്പോൾ കയ്യുമ്പോൾ ഒരു കറ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കറയാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ലേശം എണ്ണ തേച്ച് കൊടുത്താൽ മതി. നമുക്കിത് അരിഞ്ഞെടുക്കട്ടെ. ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ ഉപ്പേരി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ആരോഗ്യത്തിനൊക്കെ അത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണ പച്ചക്കറീനെക്കാട്ടിലൊക്കെ നല്ല നല്ല സാധനമാണിത്. അത് വിഷമൊന്നും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അതാ നമ്മളെ മാണിത്തട്ട ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാണിത്തട്ടയ്ക്ക് കറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യുമ്മ എണ്ണ ഒക്കെ കൊണ്ട് വല്ലാതെ കറായിട്ടില്ല. അപ്പോൾ ഈ കറ കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേമാതിരി കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. ഇവിടെ നല്ലോണം അത് കഴുകിയെടുത്താൽ മതി. ഒരു 2-3 വെള്ളത്തിൽ നല്ലോണം അത് കഴുകിയെടുക്കുക. കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കറ പോകാൻ ഇപ്പോൾ അതാ ഈ 3 കമ്പ് ഇങ്ങനെ പിടിച്ചാണ്ട് നമ്മളിത് ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കണം കേട്ടോ. നൂല് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളത്തിലും കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ കഴുകി ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നൂല് ചുറ്റിയെടുക്കട്ടെ. ഈ നൂല് നമ്മളിങ്ങനെ എടുത്ത് ഒഴിവാക്കുക. പിന്നത്തെ ട്രിപ്പ് പിന്നെയും ചുറ്റുക. അപ്പോൾ അങ്ങനെ നൂല് കഴിയോളം നമ്മളിതിങ്ങനെ ചുറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് വെന്ത് കഴിക്കുന്ന നേരത്ത് ആ നൂലിങ്ങനെ കടിച്ചുകൊണ്ട് വെക്കുക. അപ്പോൾ അതൊരു ഗതികേടാട്ടോ. ഈ നൂലിങ്ങനെ കടിച്ചുകൊണ്ട് വെക്കുന്നത് ചവർപ്പ് പോലെയാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ചുറ്റിലും നൂല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കളയുക. അങ്ങനെ ഇതിൻ്റെ നൂലൊക്കെ ചുറ്റി മൊത്തത്തിലെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മാണിത്തട്ടേൻ്റെ നാരൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ ചുറ്റിയെടുത്ത നാര് ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തന്നെ വെക്കാനായിട്ട് കഴുകി വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ അതാ ആ ഉപ്പേരിക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചിടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ പൊളിച്ചെടുക്കട്ടെ.
തേങ്ങ പൊട്ടിച്ച് ഇതിൻ്റെ വെള്ളത്തിന് കുട്ടികളിവിടെ കാത്തിക്കുന്നുണ്ട് കേട്ടോ. ഇതെപ്പോൾ തേങ്ങ പൊളിച്ചാലും ഓല് ക്ലാസ്സും കൊണ്ട് ഇവിടെ അങ്ങനെ വന്നിക്കും. ഞാൻ തോൽക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പം അതാ നമ്മളെ മാണിത്തട്ടയും മുതിരയും നല്ലോണം വെള്ളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിക്ക് പച്ചമുളകും തേങ്ങയും ചേർത്തിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഉപ്പേരിക്ക് മുതിര വറുത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. കുക്കറിൽ ഒരു 2-3 വിസിൽ വരുത്തി വെച്ചിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്താണ് വേവിച്ചിട്ട്. അപ്പം തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആ ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് അമ്മക്ക് അതിക്ക് ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ചെറുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ല. പിന്നെ മാത്രമല്ല നമ്മൾ തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ഇനി വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്താൽ അത് ഓവർ എരിവായി പോവും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിന്ന് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയാണ് അതിക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിക്ക് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മളെ മാണിത്തട്ടയും മുതിരയും ഒക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് ചോറിന് കഴിക്കാൻ. ചോറിൻ്റെ ഒപ്പവും കഞ്ഞീൻ്റെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയും കൂടിയാണ് ഇട്ടത്. ആവി പറക്കണ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മാണിത്തട്ട മുതിര ഉപ്പേരി വെച്ച് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാട്ടോ.